പ്രശസ്തനായ ഡോക്ടർ സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ആരെയും ആകർഷിക്കും. മെഡിക്കൽ രംഗത്തും രോഗികൾക്കിടയിലും ആരാധനാ കഥാപാത്രമായ ലോകം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ. തന്നിൽ വിശ്വാസം അർപ്പിച്ചെത്തിയ 250ഓളം മനുഷ്യരുടെ ജീവൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കവർന്നെടുത്ത ക്രൂരനായ ഡോക്ടർ. മരണപ്പെടുന്നതിൽ ഭൂരിഭാഗവും പ്രായമായ സ്ത്രീകൾ. കാവൽക്കാരനാകേണ്ടവൻ മരണത്തിന്റെ ദൂതനായി മാറിയ ഡോഡെത്ത് എന്നറിയപ്പെട്ട ഹരോൾഡ് ഷിപ്മാന്റെ കഥയാണിത്. ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ കൊന്നൊടുക്കിയ സീരിയൽ കില്ലർമാരുടെ പട്ടികയെടുത്താൽ 4-ാമതാണ് ഇയാളുടെ സ്ഥാനം. 1998 ഗ്രേറ്റ് മാഞ്ചസ്റ്ററിൽ ജീവിച്ചിരുന്ന ക്ലാദിൻ ഗ്രണ്ടി എന്ന 81-കാരിയുടെ ദുരൂഹമായ മരണമാണ് ഹരോൾഡ് ഷിപ്മാന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അക്കാലത്ത് ഗ്രേറ്റ് മാഞ്ചസ്റ്ററിലെ ഹൈഡ്ര എന്ന നഗരത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഷിപ്മാൻ. പ്രായമേറെ ഉണ്ടായിരുന്നിട്ടും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നല്ല ചുറുചുറുക്കോടെ സമൂഹവുമായി ഇടപെട്ട് ജീവിച്ചിരുന്ന ക്ലാദിനെ ഒരു ദിവസം സ്വവസതിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഈ അന്വേഷണം ഒടുവിൽ ചെന്നെത്തുന്നത് ഷിപ്മാൻ എന്ന ഡോക്ടറുടെ മുഖംമൂടിയിൽ ജീവിച്ച അതിഭീകരനായ സീരിയൽ കില്ലറുടെ ജീവിതകഥയിലേക്കാണ്. ആരാണ് നിരവധി പേരുടെ ജീവൻ ഉത്തരവാദിയായ ഹരോൾഡ് ഷിപ്മാൻ? 1946 ജനുവരി 14 UK-യിലെ നോട്ടിംഗ്ഹാമിലാണ് ഹരോൾഡ് ഫ്രെഡറിക് ഷിപ്മാന്റെ ജനനം. പിതാവ് ലോറി ഡ്രൈവറും മാതാവ് സമീപത്തെ ഫാക്ടറിയിലെ ജോലിക്കാരിയുമായിരുന്നു. കുട്ടിക്കാലം മുതൽ പഠനത്തിലും കായിക വിഷയങ്ങളിലും ഷിപ്മാൻ മികവ് പുലർത്തിയിരുന്നു. 17-ാമത്തെ വയസ്സിൽ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഷിപ്മാന്റെ മാതാവ് മരിക്കുന്നു. അർബുദത്തിന്റെ വേദനയിൽ അമ്മ കരയുമ്പോൾ ഡോക്ടർ മോർഫിൻ കുത്തിവെപ്പ് നൽകുന്നത് ഷിപ്മാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. കുത്തിവെപ്പിന് ശേഷം അമ്മ ശാന്തമായി ഉറങ്ങുന്നത് കാണുമ്പോൾ ഷിപ്മാന് വലിയ ആശ്വാസം തോന്നും. അമ്മയുടെ രോഗാവസ്ഥ ഷിപ്മാനെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത്. ഭാവിയിൽ നടന്ന സംഭവങ്ങൾക്കും അമ്മയുടെ അവസ്ഥയുമായും ബന്ധമുണ്ടായിരുന്നു. തുടർന്ന് 1963 ഷിപ്മാന്റെ അമ്മ അർബുദത്തോട് കീഴടങ്ങുന്നു. മെഡിക്കൽ പഠനത്തിനു ശേഷം 1974 ജനറൽ പ്രാക്ടീഷണറായി. ഈ കാലഘട്ടത്തിൽ സ്വന്തം ആവശ്യത്തിനായി വേദന സംഹാരിയായ പെത്തഡിൻ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയതിന് പിടിക്കപ്പെട്ടു. 600 പൗണ്ട് പിഴയാണ് അന്ന് കോടതി ഷിപ്മാന് ശിക്ഷ നൽകിയത്. കൂടാതെ ന്യൂയോർക്കിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുകയും ചെയ്തു. 1977 ഷിപ്മാൻ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് കയറി. ഡോക്ടർ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യത നൽകാനും ഇയാൾക്ക് സാധിച്ചു. 1998 സർജിക്കൽ മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർ ലിൻഡ തന്റെ സീനിയർ ഓഫീസറിന് മുന്നിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ ഷിപ്മാൻ ചികിത്സിക്കുന്ന രോഗികളുടെ മരണനിരക്ക് വളരെ കൂടുതലാണെന്നും അത് അന്വേഷിക്കണമെന്നും അവർ പറഞ്ഞു. അവരിൽ ഭൂരിഭാഗവും പ്രായമുള്ള സ്ത്രീകളാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഷിപ്മാന്റെ ചികിത്സയിൽ മരണപ്പെടുന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ തെളിവുകളൊന്നുമില്ലെന്നു മാത്രമല്ല, ഡോക്ടർ ലിൻഡ വ്യക്തിവൈരാഗ്യം തീർത്തതാണെന്ന ആരോപണം ഉയർന്നു വന്നു. ക്ലാദിൻ ഗ്രണ്ടി ഹൈഡ്രയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടുത്തെ പ്രമുഖരായ കുടുംബങ്ങളുമായി ഷിപ്മാൻ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയുമായി സൗഹൃദമുണ്ടാക്കുന്നതിൽ നിന്നും അവരും വിമുഖത കാണിച്ചില്ല. അങ്ങനെയാണ് ഹൈഡ്രയിലെ മുൻ മേയർ കൂടിയായിരുന്ന ക്ലാദിൻ ഗ്രണ്ടിയെ ഷിപ്മാൻ പരിചയപ്പെടുന്നത്. ക്ലാദിന് ഷിപ്മാന്റെ പെരുമാറ്റവും രീതികളും വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും അവരുടെ വീട്ടിൽ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഷിപ്മാൻ ഉണ്ടായിരുന്നു. 1998 ജൂൺ 24 ക്ലാദിന്റെ വീട്ടിൽ ഷിപ്മാൻ കയറി വരുന്നു. എല്ലാ മാസവും കടന്നുപോകുന്ന രക്തപരിശോധനയുടെ സാമ്പിളുകൾ എടുക്കാനാണ് ഷിപ്മാൻ വന്നതെന്ന് ക്ലാദിൻ വിചാരിച്ചു. കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണത്തിന് ശേഷം ക്ലാദിൻ രക്തമെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ രക്തമെടുക്കുന്നതിന് പകരം ജീവന് ഹാനിയുണ്ടാക്കുന്ന ഡോസിലുള്ള മോർഫിൻ അവരുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ് ഷിപ്മാൻ ചെയ്തത്. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ സുഹൃത്തുക്കൾ കാണുന്നത് സോഫയിൽ കിടക്കുന്ന ക്ലാദിന്റെ മൃതദേഹമാണ്. വാർത്തയറിഞ്ഞ ഷിപ്മാൻ ഉടനെ ക്ലാദിന്റെ വീട്ടിലെത്തി. മരണകാരണം വാർദ്ധക്യ സഹജമാണെന്നും അതിൽ ദുരൂഹതയില്ലെന്നും സാക്ഷ്യപ്പെടുത്തിയതും ഷിപ്മാനാണ്. പോസ്റ്റ്മോർട്ടം നടപടികളോ മറ്റു സംശയങ്ങളോ ഇല്ലാതെ ക്ലാദിന്റെ മൃതദേഹം സംസ്കരിച്ചു. തുടർന്ന് ക്ലാദിന്റെ സ്വത്തിന്റെ അവകാശം മുഴുവൻ ഷിപ്മാന്റെ പേരിലായതോടെയാണ് സംശയം വർദ്ധിച്ചത്. തുടർന്ന് അവരുടെ മൃതദേഹം കുഴിച്ചെടുത്ത് പരിശോധന നടത്തി. തുടർന്ന് അവരുടെ ശരീരത്തിൽ അളവിൽ കവിഞ്ഞ ഡയാമോർഫിൻ കണ്ടെത്തി. ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മരുന്നാണിത്. ഇയാളുടെ ചികിത്സയിൽ മരിച്ചവരെ എല്ലാം പരിശോധിച്ചപ്പോൾ ഈ വേദന സംഹാരിയുടെ സാന്നിധ്യം അവരിലും കാണാൻ സാധിച്ചു. മരണങ്ങൾക്കെല്ലാം പിന്നിൽ ഷിപ്മാനാണെന്ന് കോടതിയിൽ തെളിഞ്ഞ് ജീവപര്യന്തം ശിക്ഷിച്ചു. തുടർന്ന് 2014 ജനുവരി 13 തടവിൽ കിടന്ന സെല്ലിൽ ഷിപ്മാൻ തൂങ്ങി മരിച്ചു. മരണത്തോട് കീഴടങ്ങുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും മനുഷ്യരുടെ ജീവനെടുത്തത് എന്ന ചോദ്യത്തിന് മാത്രം ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല.